അഞ്ചിടത്താണ് ഈ പുതിയ നിയമത്തിൽ ഈ പറഞ്ഞ മൂന്നാം ദിവസം വരുന്നത്. ഒന്നിങ്ങനെ കുട്ടിയെ കളഞ്ഞിട്ട് തിരിച്ചു കിട്ടുന്ന മൂന്നാം ദിവസം. കുട്ടി പോയെന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു ഉത്സവപ്പറമ്പിൽ ഒരു കുഞ്ഞിനെ കളഞ്ഞു പോകുക എന്നതിൻ്റെ ഇപ്പം പോലുമുള്ള അർത്ഥം ചിലപ്പോൾ എന്നേക്കുമായിട്ട് നഷ്ടമായെന്ന് തന്നെ. അതുകൊണ്ടാണ് കുരിശിൻ ചുവട്ടിൽ പോലും പരിഭ്രാന്താകാതിരുന്ന ആ സ്ത്രീ ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് പോകുന്നത്. ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയെന്ന് പറയുന്നത്. കൈവിട്ടെന്ന് കരുതുന്ന എല്ലാ ബന്ധങ്ങളും വീണ്ടെടുക്കാൻ പറ്റുമെന്ന് കരുതുന്ന ഹോപ്പാണ് ഒന്നാമത്തത്. മൂന്നാം ദിവസം ആർക്കും എവിടെ വെച്ച് വേണമെങ്കിലും കളഞ്ഞു പോയ ബന്ധങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റും, മടങ്ങി വരാൻ പറ്റും. ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ലോകത്തെ ഏറ്റവും അത്ഭുതം തരുന്നൊരു വാക്കുണ്ട്, അത് സോറി എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഇതൊരു മാജിക്കൽ വേർഡാണ്. ചിലപ്പോൾ ഒരു സോറിയൊക്കെ പറയാൻ പറ്റുമെങ്കിൽ പോലും നിങ്ങളിൽ നിന്ന് അകന്നു പോയ, നിങ്ങളിൽ നിന്ന് കളഞ്ഞു പോയൊരു മനുഷ്യനെ നിങ്ങൾക്ക് തിരികെ കിട്ടും. യേശു അനുഭവിച്ച ഒരു സമാധാനം എല്ലാ മനുഷ്യരും അനുഭവിക്കേണ്ടതുണ്ട്. മടങ്ങിപ്പോകുന്നതിൻ്റെ തലേരാവിലെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു, എന്നെ ഏൽപ്പിച്ച ഒരാളെയും ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല. ഓരോ രാത്രിയിലും നമ്മളത് ആലോചിക്കണം, നമ്മൾ ഏൽപ്പിച്ച ആരെങ്കിലുമൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞോ? ചിലപ്പോൾ ഉത്തമയുഗത്തിലെ സ്ത്രീയെ കണക്ക് നമുക്ക് നിലവിളിക്കേണ്ടി ആയിട്ട് വരും. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആൾ ചിലപ്പോൾ ഉണരുമ്പോൾ ഇല്ല. അങ്ങനൊരു വാക്കില്ലേ, ഞാൻ രാത്രിയിൽ ഞെട്ടി എണീറ്റു, കിടക്കയിൽ പരുതി എൻ്റെ പ്രിയം കൂടില്ല. എല്ലാവരുമൊക്കെ കൂടെ ഉണ്ടാവുക, എല്ലാവരുമൊക്കെ അണച്ചുപിടിക്കുക, അകന്നു പോയിലേക്ക് മടങ്ങി വരാനുള്ള പാത തെളിയുക എന്നുള്ളതൊക്കെയാണെങ്കിൽ ഒന്നാമത്തെ ആ ഒരു മൂന്നാം പക്കം. 12-ാം വയസ്സ് നഷ്ടമായ കുട്ടിയുടെ കഥയത്. 12-ാം വയസ്സ് നഷ്ടമാകാത്ത ഏതെങ്കിലും കുട്ടികൾ ഇപ്പം മുതിർന്ന നിങ്ങളിലുണ്ടോ? നമ്മളൊക്കെ നമ്മുടെ ടീനേജ് നഷ്ടമായവരാ. പുതിയ സങ്കല്പങ്ങൾ, പുതിയ കൂട്ടുകാർ, ശരീരത്തിൻ്റെ ചില ചായ്വുകൾ, മാതാപിതാക്കന്മാർക്ക് നമുക്കുമിടയിലുണ്ടാകുന്ന ചില അകലങ്ങൾ, അനുസരണക്കേടുകൾ, എല്ലാവരും അവരുടെ കൗമാരത്തിൽ ഈ നഷ്ടമായ കുഞ്ഞുങ്ങളാണ്. ചിലപ്പോൾ പേരൻസുമൊക്കെ ആയിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവരാകുലപ്പെടുന്നത് ഈ കൈവിട്ടു പോകുന്ന ആ ടീനേജേഴ്സിനെ കുറിച്ചാണ്. യേശു പോലും ഇങ്ങനെ കൈവിട്ടു പോയൊരു കുഞ്ഞായിട്ട് കണ്ടെന്നാൽ ഭയങ്കര ആശ്വാസം ഉണ്ടാകും, തിരികെ കിട്ടും. ഒന്ന് മടങ്ങിപ്പോകാനുള്ള വിനയം ഉണ്ടാക്കിയാൽ മാത്രം മതി. പലപ്പോഴും ഈ കുഞ്ഞുങ്ങളൊക്കെ നഷ്ടമാകുമ്പോൾ സംഭവിക്കുന്ന ഒരു സാധാരണ രീതി ഈ പേരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയാണ്. നമുക്ക് ഒരുമിച്ച് കൈപിടിച്ച് എന്തുകൊണ്ട് നമ്മുടെ പഴയ സ്നേഹത്തിലോട്ട് മടങ്ങിപ്പോകാൻ പാടില്ല? തിരികെ പോകാമെന്ന് പറയാൻ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. നിങ്ങൾക്ക് എവിടെ വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കിട്ടിയത്? നിങ്ങൾ അത്രമേൽ സ്നേഹിച്ച, നിങ്ങളുടെ ശരീരവും മനസ്സും അത്രമേൽ സ്നേഹിച്ച ഒരു ദിവസമാണ് നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ രൂപപ്പെട്ടത്. അവിടെ തൊട്ട് ഇത് ആരംഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്നേഹത്തിൽ നിന്ന് പൊടിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടണമെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ തിരികെ എത്തേണ്ടത് നിങ്ങൾ തന്നെ മറന്നു തുടങ്ങിയിട്ടുള്ള ആ പ്രണയകാലത്തിലേക്ക്, ആ സ്നേഹകാലത്തിലേക്ക്. കുഞ്ഞുങ്ങളുൾപ്പെടെ കൈവിട്ടു പോയ എല്ലാവരും നമുക്ക് തിരികെ കിട്ടുമെന്നുള്ളതാണ് പ്രതീക്ഷ നമ്പർ 1. രണ്ടാമത്തെ മൂന്നാം പക്കം നമ്മൾ വായിക്കുന്നത് കാനായിലെ കല്യാണത്തിലാണ്. കാനായിലെ കല്യാണം ആ ഒരു ഈ നെറേറ്റീവ് ആരംഭിക്കുന്ന ഇങ്ങനെയാണ്, 3-ാം ദിവസം കാനായിലൊരു കല്യാണം നടന്നു. ഇതിനൊക്കെ എക്സൈറ്റിക്കലായിട്ടുള്ള ബൈബിൾ പശ്ചാത്തലത്തിലുള്ള അർത്ഥമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സൂചന മാത്രമാണ് എടുക്കുന്നത്. അന്ന് സംഭവിച്ചത് എന്താണ്? വെള്ളം വീഞ്ഞാകുന്നു. ഈ വെള്ളം വീഞ്ഞാകുക എന്ന് പറയുന്നത് യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതമാണെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ കരുതാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വാക്ക് ഉപയോഗിച്ചാൽ മതിയായിരുന്നല്ലോ. ദിവസം ആ വാക്കല്ല ഉപയോഗിക്കുന്നത്. ഇതായിരുന്നു യേശുവിൻ്റെ ആദ്യത്തെ അടയാളം, സൈനാണ്. സൈൻ മറ്റെന്തിനും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. എന്താണ് ഈ സൈൻ്റെ അർത്ഥം? ഇങ്ങനെ യേശുവിലേക്ക് എത്തിയ മനുഷ്യർക്ക് സംഭവിക്കാൻ പോകുന്ന ഇങ്ങനെ ആത്മപൂരിതമായ ജീവിതത്തെക്കുറിച്ച്, അനോയിൻറ്റഡ് ലൈഫിനെ കുറിച്ചുള്ള സൂചനയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് ഈ പുതിയ നിയമത്തിൽ വീഞ്ഞ. പെന്തക്കോസ്ത് ദിവസത്തെ പ്രഭാഷണം എന്തായിരുന്നു? പത്രോസ് ഇങ്ങനെയാണ് തൻ്റെ പ്രഭാഷണം ആരംഭിച്ചത്: ദേശക്കാരെ, ഞങ്ങൾ മദ്യപിച്ചിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ഇത്രയും പുലരിൽ എങ്ങനെയാണ് മദ്യപിക്കാൻ പറ്റുന്നത്? എന്നിട്ടോ മദ്യപിക്കാതെ മദ്യപിച്ചവരെക്കാൾ ലഹരി ജീവിക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു കഥ പറഞ്ഞു തുടങ്ങി. നസ്രത്തിലെ യേശുവിൻ്റെ ഉടമ്പടിയില്ലാത്ത സ്നേഹത്തിൻ്റെ കഥ. അതിൻ്റെ ലഹരിയിലാണ് എത്ര പേര് എന്തുമാത്രം ലഹരികളേക്കാൾ മീതെയായിട്ട് അത്രയും മുങ്ങി ജീവിക്കുന്നു, മുക്തരായി ജീവിക്കുന്നു. അപ്പോൾ രണ്ടതാണ്. ഇങ്ങനെ വെള്ളം വീഞ്ഞാകുന്ന 3-ാം ദിവസം. എല്ലാത്തിനകത്തേക്കും ഒരു അനോയിൻറ്റിങ് സംഭവിക്കേണ്ടതുണ്ട്, ഒരു സോള് വേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങൾക്കകത്ത് ഈ സോളില്ല എന്ന് ചിലപ്പോൾ നമുക്ക് തന്നെ ബോധ്യപ്പെട്ട് കിട്ടും. ഇങ്ങനെ കൺവെയർ ബെൽറ്റ് കണക്കിങ്ങനെ ഓരോന്നും ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. കാര്യമായിട്ട് നമ്മളില്ല.
ആ കാലത്തിലോ ഇടപെടലിലോ നമ്മളില്ല. അപ്പോൾ കുറെ കൂടി ഇങ്ങനെ ഉണ്ടാകുക എന്ന് പറഞ്ഞൊരു 3-ാം ദിവസം ഉണ്ടാകും. 3 ഒരു ദേവാലയ മുറ്റത്ത് യേശു നിൽക്കുകയാണ്. ദേവാലയത്തിൻ്റെ ആ ഒരു വലിപ്പവും അതിൻ്റെ കമനീയതയും അതിൻ്റെ കൊത്തുപണികളുമൊക്കെ കാണിച്ച് യേശുവിനെ വിസ്മയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കൂടെ ഉള്ളവർ. യേശു ഒരുപക്ഷെ അതിനോട് നിരുന്മേഷതയോടുകൂടിയാണ് പെരുമാറുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഈ ദേവാലയം തകർക്കുക, ഞാനതിനെ 3-ാം നാൾ പുനർനിർമ്മിക്കാം. എൻ്റെ കേൾവിക്കാർ പറഞ്ഞു, 46 സംവത്സരം കൊണ്ട് കെട്ടിയ പള്ളിയായത്, ഇത് തകർത്തിട്ട് നീ എങ്ങനെ ഇതിനെ പുനർനിർമ്മിക്കാൻ പോകുന്നത്? യോഹന്നാൻ ഒരു കുഞ്ഞു വരി കൂട്ടിച്ചേർക്കും, തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് അവനത് പറയുന്നത്. അവർക്ക് മനസ്സിലായില്ല. അത് വലിയൊരു കണ്ടെത്തലാണ്. ഈ ശരീരം ക്ഷേത്രമാണെന്ന് തിരിച്ചറിയുന്ന ഒരു 3-ാം ദിവസം. ബോഡി ഈസ് ദ മോസ്റ്റ് ഏൻഷ്യന്റ് ടെമ്പിൾ. ചിലപ്പോൾ നമ്മൾ ശരീരത്തെ വല്ലാതെ അവഗണിച്ചിട്ടുണ്ട്. നമ്മുടെ ഫുഡ് സിസ്റ്റം പോലും ആ ശരീരത്തിന് ശ്രദ്ധ കൊടുക്കാത്ത ഒന്നാണ്. ഒരു 40 വയസ്സൊക്കെ എത്തുമ്പോൾ നമുക്കറിയാം ഈ ജങ്ക് ഫുഡ്സ് തുടങ്ങിയ കാര്യങ്ങൾ സഹായിക്കുന്നില്ല. ഭക്ഷണശീലങ്ങൾ, മദ്യപാനം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ബുദ്ധിമുട്ടിലാക്കും. അങ്ങനെ വെറുതെ ഒന്ന് ശരീരത്തെ കൂടി ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ശരീരത്തെ അങ്ങനെ അത്ര ബുദ്ധിമുട്ടിലാക്കാനായിട്ട് നമുക്ക് അവകാശമില്ല. ബോഡി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറയുന്ന കുർബാന പോലും എന്താണ്? ബോഡി തിയോളജിയാണ്. ഓരോ കുർബാനയും നമ്മൾ പറയുന്നതാണ് തൻ്റെ ശരീരമെടുത്ത് അവൻ വാഴ്ത്തി എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി ഇങ്ങനെ ആ ശരീരത്തിൻ്റെ മീതെ കുറേ കൂടി ഇല്യൂമിൻ്റ് ആകാൻ വേണ്ടിയിട്ടുള്ളൊരു 3-ാം ദിവസം. ടേക്ക് ബോഡി സീരിയസ്ലി. കൊച്ചു കളിയല്ല ശരീരം. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്ര പ്രാവശ്യമാണ് എൻ്റെ കണ്ണിമ ഇങ്ങനെ വെട്ടണത്, ഇമ ഇങ്ങനെ അടയുന്നത്. ഇതത്ര പ്രധാനപ്പെട്ടതായിട്ട് ആരും കരുതുന്നില്ല. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് പിടുത്തം കിട്ടും. എപ്പോഴാണ്? നിങ്ങളൊരു ബന്ധു ന്യൂറോയിസിൽ കിടക്കുമ്പോൾ. അപ്പോൾ പുറത്തേക്ക് വല്ലപ്പോഴും ഡോക്ടർ വന്നിട്ട് ചോദിക്കും, ഇന്നയാളുടെ ബന്ധുവുണ്ടോ? ഉണ്ട്. ഒരു സന്തോഷ വർത്താനമുണ്ട്. എന്താണത്? അപ്പൻ ഇങ്ങനെ ഇമ വെട്ടിച്ചു. അപ്പോൾ നമുക്ക് പിടുത്തം കിട്ടുന്നത് ഒരു ഇമ വെട്ടുന്നത് പോലും കൊച്ചുകളിയല്ല. നമ്മുടെ ഒരു അഭംഗി കൊണ്ട്, നമ്മുടെ ഒരു ഡിസിപ്ലിനില്ലായ്മ കൊണ്ട് നമുക്ക് ഈ ശരീരത്തെ ബുദ്ധിമുട്ടിലാക്കാനായിട്ടുള്ള അവകാശമില്ല. ലൈക്ക് ബോഡി സീരിയസ്ലി. ഇത് ഇങ്ങനെ ക്ഷേത്രമായിട്ട് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമുക്കിങ്ങനെ അപരൻ്റെ ശരീരത്തെയൊക്കെ ആ സൂക്ഷ്മതയോടുകൂടിയും ആദരപൂർവ്വം ഒക്കെ കാണാൻ പറ്റുക. അപ്പോൾ ശരീരവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള തെറ്റായ ഭാവനകൾ, സെക്സൊക്കെ പലരും വിചാരിക്കുന്നത് ഒരു ക്രിയയായിട്ടാണ് വിചാരിക്കുന്നത്. സെക്സ് വാസ്തവത്തിൽ എന്താണ്? അങ്ങനെ കൃത്യമായ സ്നേഹഭാവന സെക്സ് എന്നൊക്കെ പറയുക. ഇതൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ ബോഡി റെസ്പെക്റ്റിന് മീതെ ഉള്ള ഒരു പണ്ടൊരു കവിതയിലൊക്കെ വായിച്ച കണക്ക്, എൻ്റെ ഹൃദയം കൊണ്ട് നിൻ്റെ ഹൃദയത്തെ സ്പർശിക്കാനാവാത്തത് കൊണ്ട് എൻ്റെ വിരലുകൊണ്ട് നിന്നെ തൊടുന്നൊക്കെ പറയുന്ന കവിതയൊന്നും അതിൻ്റെ കാൽപ്പനികത കൊണ്ട് അതിൻ്റെ ആശയത്തിൻ്റെ ഭംഗിക്ക് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അതിപ്പോഴും അങ്ങനെ തന്നെ ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ 3 അതാണ്. 4 ഇങ്ങനെ ദൈവം നിങ്ങളിൽ നിന്ന് എന്താഗ്രഹിക്കും തിരിച്ചറിയാനായിട്ടുള്ള 3-ാം ദിവസം. യോനായുടെ 3-ാം പക്വമാണ്. ഒരാളുടെ ദൈവവിളി കണ്ടെത്തിയ. എന്താ ദൈവവിളി എന്ന് പറയുന്നത്? ഈ മനുഷ്യരാശിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സൃഷ്ടിപരമായ ഇടപെടലിന് വിളിക്കുന്ന വാക്കാണ് ദൈവവിളി. ഈ കടപ്പുറത്ത് ചെല്ലുമ്പോൾ കുറേ മനുഷ്യർ നിൽപ്പുണ്ട്. അവരോട് അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾ മനുഷ്യ പിടിക്കുന്നവരാക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ മനുഷ്യരാശിക്ക് വേണ്ടി ചെയ്യണ്ടേ? ഈ മനുഷ്യനെന്ന് പറയുന്ന ഭണ്ഡാരത്തിൽ നമ്മൾ എന്താണ് നിക്ഷേപിച്ചിട്ടുള്ളത്? 4 യോന തൻ്റെ ദൈവവിളി കണ്ടെത്തിയത് കണക്ക് 3-ാം ദിവസം തൻ്റെ ദൈവവിളിയെക്കുറിച്ച് അയാൾക്ക് ക്ലാരിറ്റി ഉണ്ടായത് കണക്ക് ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ദൈവവിളിയെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത ഉണ്ടാവണം. ദൈവം എന്താണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഒരു പർപ്പസ് ഓഫ് ലൈഫാണ് നമ്മളിങ്ങനെ അന്വേഷിക്കേണ്ടത്. നമുക്കറിയാം യേശുവിൻ്റെ ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു, അല്ലേ? യേശു ഉടനീളം പറയുന്നൊരു കാര്യമാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഞാൻ വന്നിരിക്കുന്നതെന്ന സൂചന വരുന്ന ഒരു 10ഓളം സ്റ്റേറ്റ്മെൻറ്റ്സ് പുതിയ നിയമത്തിനകത്തുണ്ട്. ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? അതിങ്ങനെ കണ്ടെത്താൻ കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അനുദിന ക്ലേശങ്ങൾക്ക് മീതെ ഈ ലോകത്തെ കാണാനായിട്ട് പ്രകാശം കിട്ടും. മനുഷ്യരെ കുറച്ചുകൂടി ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു തെളിച്ചം ഉണ്ടാകും. അപ്പോൾ 4 എൻ്റെ ദൈവവിളി എന്താണ്? എൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് എന്താണ്? ഇങ്ങനെ ഒരാൾ കടന്നു പോകുമ്പോൾ അയാൾ ചേർത്ത് പിടിച്ച മനുഷ്യരും അയാൾ പാർത്ത ഇടങ്ങളുമൊക്കെ അയാൾക്ക് കിട്ടിയതിനേക്കാൾ ഭംഗിയുള്ള ഇടവും മനുഷ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കൃത്യമായ സൂചിക. അതാണ് എൻ്റെ മീറ്റർ. നിങ്ങൾ കടന്നുപോയി കഴിയുമ്പോൾ നിങ്ങൾ പാർത്തടം, നിങ്ങൾ ചേർത്ത് പിടിച്ച മനുഷ്യരെ നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ ഭംഗിയുള്ള മനുഷ്യ ഇടങ്ങളുമായി മാറിയിട്ടുണ്ടോ? 5 ഈസ്റ്റർ എന്ന് പറയുന്ന 3-ാം ദിവസം. പുലരിയിൽ സ്ത്രീകൾ കല്ലറയിലേക്ക് പോകുമ്പോൾ അവരേറ്റവും വലിയ ഒരു വ്യാകുലത ആ മൂടിക്കൽ നമുക്ക് വേണ്ടി ആരും മാറ്റുമെന്നുള്ള കല്ലിൻ്റെ ഭാരമൊക്കെ ഉണ്ട്. നിങ്ങൾക്കത്
നിങ്ങളുടെ ഫോണിലൊക്കെ ഒന്ന് അത് നോക്കിയെടുത്താൽ പിടുത്തം കിട്ടും. പിന്നെ കൂടാതെ അത് മുദ്ര ചെയ്യപ്പെട്ടതൊക്കെ ആയിട്ടാണ് വേദപുസ്തകം പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഫിസിക്കലായ ആ കല്ലിൻ്റെ വലിപ്പത്തെക്കുറിച്ചല്ല ഈ ചർച്ച. കാലാകാലങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇടയിൽ ഒരു മൂടിക്കല്ലുണ്ട്. മരിച്ചവർക്ക് എന്നാ സംഭവിക്കുന്നത്? എന്തുമാത്രം മരണങ്ങൾ നമ്മൾ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ കാണുന്നതല്ലേ. ഉറ്റവരുടെ ഒക്കെ മരണം, മൂത്ത ബ്രദർ, അനേകം ചങ്ങാതിമാർ, അപ്പനമ്മ ഒക്കെ ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ഡിസപ്പർ ചെയ്യുകയാണ്. ഇവരൊക്കെ എങ്ങോട്ട് പോയി? ഇവരൊക്കെ എന്നാ പറ്റുന്നു? ഒരു കവിതയൊക്കെ മലയാളത്തിലുണ്ട്. ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ അടക്കിയിരിക്കുകയാണ്. രാത്രി ഇങ്ങനെ മഴ പെയ്യുമ്പോഴേക്കും ഉമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. കുഞ്ഞിന് തണുക്കുവോ, കുഞ്ഞ് മഴ കൊള്ളുമോ എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ കുടയൊക്കെ ആയിട്ട് ഈ പറയുന്ന ശ്മശാനത്തിലേക്ക് പോകുന്ന ഒരു കവിതയൊക്കെ പണ്ട് വായിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ തണുക്കുവോ? ഇവർക്കൊക്കെ എന്നാ പറ്റുന്നു? ഇവരൊക്കെ എവിടെയായിരിക്കും? ഒരു മൂടിക്കല്ല് കാലാകാലങ്ങളായിട്ട് അവിടെ ഉണ്ട്. നമുക്ക് ആ മൂടിക്കല്ല് മാറ്റാനാവാത്തത് കൊണ്ട് യേശുവിൽ ആ മൂടിക്കല്ല് മാറുകയാണ്. അല്ല ഇങ്ങനെ മുകളിൽ നിന്ന് പറയുന്ന അർത്ഥം വരുന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ദേവാലയത്തിൽ തിരശ്ശീല കീറുമ്പോഴും പറയുന്നത് മുകളിൽ നിന്ന് കീറിയെന്ന് പറയുന്ന അതിന് തത്തുല്യമായൊരു പദമാണ് ഈ കോൺടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നത്. മനുഷ്യകരങ്ങൾ കൊണ്ടല്ല അത് മാറുന്നത്, ഇങ്ങനെ ദൈവിക കരങ്ങളുടെ ഇടപെടൽ കൊണ്ട് ആ മൂടിക്കല്ല് മാറുകയാണ്. അങ്ങനെ അവരകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ അകത്തേക്ക് നോക്കുമ്പോഴേക്കും ഇങ്ങനെ കല്ലറ ശൂന്യമാണെന്ന് കണ്ടു. ഒരു തിരുശേഷിപ്പ് പോലുമില്ല. മരിച്ചവര് ജീവിക്കുന്നവരെക്കാൾ സജീവരാണെന്ന് പിടുത്തം കിട്ടുന്ന മൂന്നാം ദിവസം.